ന്യൂസ് ടെൻസ് ആദ്യം പോകുന്നത് പുതുപ്പള്ളിയിൽ നടക്കാൻ പോകുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പങ്കെടുക്കുന്നില്ല എന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മുഖ്യമന്ത്രിക്ക് പകരം സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ആണ് ഈ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. വി.ഡി. സതീശനെ ബോധപൂർവം ഒഴിവാക്കിയതാണോ? കോട്ടയത്ത് അന്ന് തന്നെ നടക്കുന്ന മറ്റൊരു പരിപാടിയിൽ വി.ഡി. സതീശൻ പങ്കെടുക്കുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ വി.ഡി. സതീശൻ എന്തുകൊണ്ടാണ് പുതുപ്പള്ളിയിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിലേക്ക് എത്താത്തത്? മുഖ്യമന്ത്രി അസൗകര്യം അറിയിച്ചു എന്നാണ് ചാണ്ടി ഉമ്മൻ ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം. നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് എന്താണ് ഈ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ വി.ഡി. സതീശൻ വിട്ടുനിൽക്കാൻ കാരണം. അതിന് പിന്നിൽ ചില രാഷ്ട്രീയമുണ്ടോ? വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യനും ശ്രീജിത്തും ഒപ്പം ടി.ജി. സജിത്തും ആണ് ചേരുന്നത്. ഞാൻ ആദ്യം ഡാനിലേക്കാണ് പോകുന്നത്. ഡാൻ, ഈ ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രചാരണ പരിപാടികൾ, അതായത് നോട്ടീസ് അല്ലെങ്കിൽ പോസ്റ്റുകൾ, സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ഒക്കെ ആരംഭിക്കുന്നു എന്നാണല്ലോ അറിയാൻ സാധിക്കുന്നത്. വി.ഡി. സതീശൻ പങ്കെടുക്കുന്നില്ല എന്നത് ഉറപ്പിക്കുന്ന ഒന്നാണോ? സതീശന് പകരം അവിടെ കെ.സി. വേണുഗോപാൽ ആണല്ലോ ഉദ്ഘാടകനായി എത്തുന്നത്. എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലമെന്നാണ് മനസ്സിലാക്കുന്നത് ഡാൻ? വരുന്ന ജൂലൈ 18-ാം തീയതിയാണ്, ശനിയാഴ്ചയാണ്, ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ ദിനം പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ പരിസരത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളാണ് ഈ ചടങ്ങിൽ, അന്നത്തെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അതേ സമാനമായ തരത്തിലുള്ള വിപുലമായൊരു സമ്മേളനമാണ് വരുന്ന ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പുതുപ്പള്ളിയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. ആ സമ്മേളനത്തിലാണ് ഉമ്മൻചാണ്ടിക്ക് ശേഷം 10 വർഷത്തെ ഇടവേള കഴിഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയ വി.ഡി. സതീശൻ ഇല്ലാതെ, അല്ലെങ്കിൽ വി.ഡി. സതീശനെ ഒഴിവാക്കിക്കൊണ്ട് കെ.സി. വേണുഗോപാൽ, എ.ഐ.സി.സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സമ്മേളനം നടക്കാൻ പോകുന്നത് എന്നതാണ് അതിന്റെ ഒരു കൗതുകം. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു, ചില ചോദ്യങ്ങൾ ഉയർന്നു, ചില സംശയങ്ങൾ ഉയർന്നു. ആ ചോദ്യങ്ങൾക്ക് ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം തൃശൂരിൽ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം, ഇതിൽ മറ്റ് അസ്വാഭാവികതകളൊന്നുമില്ല, അദ്ദേഹത്തിനെന്ന് മറ്റ് ചില പരിപാടികളുള്ളതിനാൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചു. അതുകൊണ്ടാണ് കെ.സി. വേണുഗോപാൽ ഉദ്ഘാടകനായത് എന്ന വിശദീകരണമാണ് ചാണ്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് 18-ാം തീയതി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കോട്ടയം ജില്ലയിലെ മറ്റൊരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം എത്തുന്നുണ്ട്. അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഒരുപക്ഷെ അദ്ദേഹം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ഖബറിലെത്തി അദ്ദേഹം പുഷ്പാഞ്ജലി നടത്താനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ഇല്ലാതെ അവിടെ വെച്ച് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ടോ എന്ന സംശയമാണ് ഉയർന്നു തുടങ്ങിയിരിക്കുന്നത്. ആ സംശയമാണ് കോട്ടയത്ത് മാത്രമല്ല തിരുവനന്തപുരത്തും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. നമുക്ക് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിവാദങ്ങളും ചില അഭ്യൂഹങ്ങളും അനിശ്ചിതത്വങ്ങളുമൊക്കെ അറിയാം. ഓർത്തഡോക്സ് സഭയ്ക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ലഭിച്ചില്ല എന്ന സഭയുടെ അമർഷം ഒരു വശത്ത്, ചാണ്ടി ഉമ്മനെ അവസാന നിമിഷം വരെ പട്ടികയിലുണ്ടായിരുന്ന ചാണ്ടി ഉമ്മൻ അവസാന നിമിഷം ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് ആ പട്ടികയിൽ ഇടം പിടിക്കാതെ പോകുന്നു. അങ്ങനെ ഇങ്ങനെയുള്ള ചില പശ്ചാത്തലം കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി ഔദ്യോഗികമായി പങ്കെടുക്കാതിരിക്കുന്നത് കൂടി രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. എന്തായാലും പാർട്ടി നേതൃത്വം അത്തരത്തിൽ ഒരു അസ്വാരസ്യങ്ങളോ അസ്വാഭാവികതകളോ ഒന്നും അതിൽ നോക്കിക്കാണുന്നില്ല എങ്കിലും വരികൾക്കിടയിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു വെക്കുകയാണ് വരുന്ന ശനിയാഴ്ച പുതുപ്പള്ളിയിൽ നടക്കാൻ പോകുന്ന ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനം. തീർച്ചയായും ടി.ജി. സജിത്ത് കൂടി ചേരുന്നുണ്ട് വാർത്തയിൽ. സജിത്ത്, നമുക്കറിയാം ഉമ്മൻചാണ്ടി കേരളത്തിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി തന്നെയാണ്. അവിടെ ഉമ്മൻചാണ്ടി അത്രമേൽ ജനകീയനായ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അനുസ്മരണ ചടങ്ങിലേക്ക് വരുമ്പോൾ ഞാൻ ശ്രീജിത്തിലേക്കാണ് പോകുന്നത്. ശ്രീജിത്ത്, അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്ത് ഇരുന്ന UDF അധികാരത്തിലേറിയ സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ
ഒരു മുൻ മുഖ്യമന്ത്രിയുടെ അനുസ്മരണ യോഗത്തിൽ ഏറ്റവും അനുയോജ്യനാകുന്ന വ്യക്തി എന്നത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് എന്നതിൽ ഒരു തർക്കവും ഉണ്ടാകില്ലല്ലോ. അങ്ങനെയുള്ള മുഖ്യമന്ത്രിയെ ആണ് ഒഴിവാക്കുന്നത്. ഏത് പശ്ചാത്തലത്തിലാണ് ഇത് ഒഴിവാക്കപ്പെടുന്നത് എന്നതിനോടൊപ്പം അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ടല്ലോ. കാരണം ഇതേ വി ഡി സതീശൻ തന്നെ അന്ന് കോട്ടയത്തുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള സതീശന് ഈ ചടങ്ങിലേക്ക് എത്താൻ പറ്റാതിരിക്കുന്ന ഒരു പശ്ചാത്തലം എന്ത് എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രീജിത്ത്? അഭിലാഷ്, കോട്ടയത്തുണ്ട് വി ഡി സതീശൻ എന്നല്ല, ഈ പുതുപ്പള്ളിയിലെ കല്ലറയിൽ അദ്ദേഹം എത്തുന്നുണ്ട്. അത് ഇന്നലെ തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചാണ്ടിയുമ്മൻ തന്നെ പ്രതികരിക്കുകയും ചെയ്തതാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് ഇതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ചാണ്ടിയുമ്മൻ മാധ്യമങ്ങളോട് പരസ്യമായി തന്നെ ഇന്നലെ വ്യക്തമാക്കിയത്. പ്രത്യേകിച്ച് വി ഡി സതീശനുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ അദ്ദേഹത്തിന് മറ്റ് ചില തിരക്കുകൾ ഉള്ളതുകൊണ്ട് നാളെ രാവിലെ എത്താൻ കഴിയില്ല. രാവിലെയാണ് ഈ പരിപാടി വെച്ചിരുന്നത്. അതുകൊണ്ട് രാവിലെ എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചു. നാളെ അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഉച്ചയോടുകൂടി വി ഡി സതീശൻ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തി. ഏതാണ്ട് 12 മണിയോടുകൂടി എത്തുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം യാക്കോബായ് സഭയുടെ ഒരു പരിപാടിയിലും തൂത്തുട്ടിയിൽ നടക്കുന്ന പരിപാടിയിലും 3 മണിക്ക് വി ഡി സതീശൻ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പരിപാടി തിരക്ക് മൂലമാണ് എത്താത്തത് എന്നാണ് ചാണ്ടിയുമ്മന്റെ വിശദീകരണം. മാത്രമല്ല, മുൻപും നിങ്ങൾ പലതും വിവാദമാക്കിയതാണ്. ഇത് ഇത്തവണ അങ്ങനെ വിവാദമാക്കുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഒരു ഉമ്മൻചാണ്ടി സബ്മിറ്റ് പോലുള്ള ഒരു പരിപാടി പുതുപ്പള്ളിയിൽ വെച്ച് വീണ്ടും നടത്തുന്നുണ്ട്. അതിൽ വി ഡി സതീശൻ പങ്കെടുക്കും എന്നുകൂടി ചാണ്ടിയുമ്മൻ ഇന്നലെ പരസ്യമായി പ്രതികരിച്ചു. ഇതിലിങ്ങനെ ഒരു ചർച്ച നടക്കാനുള്ള പ്രധാന കാരണം അഭിലാഷും ഡാനും ഒക്കെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ 10 വർഷത്തിന് ശേഷം കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നു. ഉമ്മൻചാണ്ടിക്ക് ശേഷമുണ്ടായ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടല്ലേ ഇത്തവണ ഇത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കേണ്ടത് എന്ന സ്വാഭാവികമായ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ഈ മന്ത്രിസഭാ രൂപീകരണ വേളയിൽ ചാണ്ടിയുമ്മൻ കൃത്യമായി തഴയപ്പെട്ടു എന്നുള്ളത് പുറത്തു വന്ന വിവരങ്ങളാണ്. ചാണ്ടിക്ക് അർഹമായ സ്ഥാനമുണ്ടായിട്ടും ചാണ്ടിയെ ഒതുക്കി എന്നുള്ളതാണ്. അവിടെ വി ഡി സതീശന് ചില പങ്കുണ്ട് എന്നുള്ളതും അന്ന് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ഇത് ചർച്ചയായി മാറുന്നത്. ഏറ്റവും കൗതുകകരമായുള്ളത്, നാളെ ഏതാണ്ട് 10 മണിക്കാണ് ഈ പുതുപ്പള്ളി പള്ളിയിൽ ഈ പരിപാടി നടക്കുന്നത്. കെ സി വേണുഗോപാലിന്റെ പരിപാടി. ആ സമയത്ത് ഏതാണ്ട് 1-2 മണിക്കൂർ കഴിഞ്ഞാൽ ഫലത്തിൽ വി ഡി സതീശൻ അവിടെ എത്തും. ഈ പരിപാടി സമയത്ത് തന്നെ എത്തുമോ, ഈ പരിപാടിക്ക് ശേഷമായിരിക്കുമോ എത്തുക എന്നൊക്കെയുള്ള കൗതുകം മാത്രമാണ് ബാക്കിയാകുന്നത്. 10 മണിയുടെ പരിപാടി ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ സമയം നോക്കി 12 മണിക്ക് വെക്കാമായിരുന്നില്ലേ എന്ന ചോദ്യങ്ങൾ ഒക്കെയും അവിടെ ഉയർന്നു വരുന്ന സാഹചര്യങ്ങൾ സംശയമുണ്ട്. പക്ഷേ ചാണ്ടി ഇതെല്ലാം പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഇതിന് അത്തരം റോളുകളൊന്നുമില്ല. വി ഡി സതീശൻ തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള പരിപാടിയിൽ വരും ദിവസങ്ങളിൽ അത്തരം പരിപാടികൾ ആസൂത്രണം വരുന്നുണ്ട് എന്നതാണ് ചാണ്ടി നൽകുന്ന വിശദീകരണം. കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പ് സമവാക്യം രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും ഉയർന്നു വരുന്ന ചോദ്യമാണ്, കേരളത്തിൽ 10 വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഫലത്തിൽ അദ്ദേഹത്തിന് ആ വേദിയിൽ ഇടം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നിലയിൽ നേരത്തെ തന്നെ അത്തരം ഒരു ആസൂത്രണം നടത്തുന്നില്ല എന്ന ചോദ്യത്തിൽ ചില രാഷ്ട്രീയം ഒളിഞ്ഞു കിടപ്പുണ്ട്. യെസ്, അതാണ് സജിത്ത് വളരെ കൃത്യമായി. അതായത് ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്താൻ UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നതിന് ശേഷം മുഖ്യമന്ത്രിയെ തന്നെ എത്തിക്കേണ്ടതല്ലേ? അവിടെയാണ് ശ്രീജിത്ത് പറയുന്നത് പോലെ അവിടേക്ക് വി ഡി സതീശൻ എത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം ഈ അനുസ്മരണത്തിന്റെ ഉദ്ഘാടനം എന്നതിൽ നിന്ന് വി ഡി സതീശനെ മാറ്റി നിർത്തുന്നു. അതല്ല എങ്കിൽ ഒരു പക്ഷേ വി ഡി സതീശൻ അസൗകര്യം അറിയിച്ചതാണോ? അതെന്തുമായിക്കൊള്ളട്ടെ, വി ഡി സതീശന് കൂടി സൗകര്യപ്രദമാകുന്ന ഒരു സമയത്ത് ഉദ്ഘാടനത്തിന്റെ സമയക്രമീകരണം ഒക്കെ വേണമെങ്കിൽ അല്പസ്വല്പം ഒക്കെ മാറ്റിവെക്കാം, മറ്റ് ചടങ്ങുകൾ നടത്താം. അങ്ങനെയൊക്കെയാണല്ലോ ഇത്തരം പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുക. അവിടെയാണ് വി ഡി സതീശന് പകരം കെ സി വേണുഗോപാൽ. സംഘടനാ തലത്തിൽ തീർച്ചയായും കെ സി വേണുഗോപാൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. നേരത്തെ രാഹുൽ ഗാന്ധിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഓർക്കേണ്ടത് കേരളത്തിൽ അധികാരത്തിലുള്ളത് ഇപ്പോഴത്തെ പ്രതിപക്ഷമാണ്. അതായത് LDF ആണ് അധികാരത്തിലുള്ളത്. ഇപ്പോഴങ്ങനെയല്ല, സാഹചര്യം മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വി ഡി സതീശനെ ആണ് പങ്കെടുപ്പിക്കേണ്ടത് എന്ന ഒരു പൊതുവികാരം സ്വാഭാവികമായും ഉയർന്നു വരുന്നു. അവിടെയാണല്ലോ ശ്രീജിത്തും സൂചിപ്പിക്കുന്നത് പോലെ കോൺഗ്രസിനകത്ത് തന്നെ ഉരുത്തിരിഞ്ഞു വരുന്ന ചില അസ്വാരസ്യങ്ങൾ, എതിർപ്പുകൾ, വിയോജിപ്പുകൾ, അതിൻ്റെ കൂടി പ്രതിഫലനമായി അനുസ്മരണ വേദി മാറുന്നുണ്ടോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.